നമസ്കാരം. അപ്പോൾ നമ്മുടെ 2025 PSC നടത്തിയിട്ടുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് നോക്കുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇതിനു മുമ്പുള്ള 2 വീഡിയോ കാണാത്ത ആളുകൾ ജസ്റ്റ് നമ്മൾ ചാനൽ കയറി കഴിഞ്ഞാൽ 500 രൂപ വെച്ചിട്ട് ഏകദേശം 1000 ക്വസ്റ്റ്യൻസ് നമ്മൾ 2 വീഡിയോയിലായിട്ട് നോക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി രചിച്ചതാരാ? മലയാളിയായിട്ടുള്ള ഓപ്ഷൻ ഡി ആണ്, ചേറ്റൂർ ശങ്കരൻ നായരാണ്. രണ്ടാമത്തെ ചോദ്യം: കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിൽ എഴുതുക. നമുക്കിവിടെ വർഷങ്ങളാണ് അറിയേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ വർഷങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഓർഡറിൽ എഴുതാൻ പറ്റും അല്ലേ. കുളച്ചൽ യുദ്ധം ഏതാ വർഷം നടന്നത്? 1741 ജൂലൈ 31 കേട്ടോ. എഴുതി വെച്ചോ അറിയാത്ത ആളുകൾ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ചോദിച്ചാൽ 1741 ജൂലൈ 31. രണ്ടാമത്തത് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം ഏതാ വർഷം? 1721 ഏപ്രിൽ മാസത്തിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത്. 3 ശ്രീരംഗപട്ടണം സന്ധി ഏതാ വർഷം? 1792. 1792 മാർച്ച് 18 കേട്ടോ. മാർച്ച് 18 1792 മാർച്ച് 18 ശ്രീരംഗപട്ടണം സന്ധി നടക്കുന്നത്. അവസാനത്തത് കുണ്ടറ വിളംബരം ഏതാ വർഷം? 1809 ജനുവരി 11. അപ്പം ഏറ്റവും ആദ്യം നടന്നത് ഏതാ? ആറ്റിങ്ങൽ കലാപം അല്ലെ. രണ്ടാമതുള്ള ആറ്റിങ്ങൽ കലാപമാണ്. ഓപ്ഷൻ ഏതായിരിക്കും? അങ്ങനെ രണ്ടാമത് ഓപ്ഷൻ വരുന്ന ഒറ്റൊന്നേ ഉള്ളൂ. ഏതാ? ഓപ്ഷൻ സി ആണ്. 2, 1, 3, 4. അപ്പോൾ വർഷങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ വർഷങ്ങളൊന്നും അറിയില്ല. ഏകദേശം നോക്കിയാൽ നിങ്ങൾ 1721 ഏത് നടക്കുന്നത്? ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ആദ്യം നടന്നതും അതാണ്. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഒന്നേ ഉള്ളൂ. വേഗം ആൻസറിൽ എത്താൻ കഴിയും. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. കുളച്ചൽ യുദ്ധം 1741 ജൂലൈ 31. ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ മാസത്തിൽ. ശ്രീരംഗപട്ടണം സന്ധി 1792 മാർച്ച് 18. കുണ്ടറ വിളംബരം 1809 ജനുവരി 11. മൂന്നാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം, ഹിറ്റ്ലർ, ബെനിറ്റോ മുസോളിനി. ഓപ്ഷൻ ചേരുംപടി ചേർക്കാനുള്ളത് കരിങ്കുപ്പായക്കാർ, ത്രികക്ഷി സഖ്യം അല്ലെങ്കിൽ ത്രികക്ഷി സൗഹാർദ്ദം, തവിട്ടുകുപ്പായക്കാർ, അച്ചുതണ്ട് ശക്തികളും അതുപോലെ സഖ്യശക്തികളും. ഏതാ ഇതിന് ആൻസർ വരിക? ഒന്നാമത് ഏതാ? 1-ാം ലോക മഹായുദ്ധം. 1-ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ ബി കോളത്തിൽ ഏതാ ബന്ധമുള്ളത്? 1-ാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത്? ത്രികക്ഷി സഖ്യവും അതുപോലെ ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യവും അതുപോലെ ത്രികക്ഷി സൗഹാർദ്ദവും 1-ാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി 2-ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത്? അച്ചുതണ്ട് ശക്തികളും അതുപോലെ സഖ്യശക്തികളും. 2-ാം ലോക മഹായുദ്ധം, അച്ചുതണ്ട് ശക്തികളും അതേപോലെ സഖ്യശക്തികളും. ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടത് ഏതാ? തവിട്ടുകുപ്പായക്കാര്. ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടത് ഏതാ? തവിട്ടുകുപ്പായക്കാര്. മുസോളിനിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഏതാ? കരിങ്കുപ്പായക്കാര്. പഠിച്ചു വെക്കുക. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും 1-ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും ഉൾപ്പെട്ടത് ഏതാ? 2-ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. കരിങ്കുപ്പായക്കാർ ബെനിറ്റോ മുസോളിനി, ഹിറ്റ്ലർ തവിട്ടുകുപ്പായക്കാര്. ഇനി 4-ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇന്ത്യൻ ദേശീയ സമരകാലത്ത് പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും. മിറാത്തുൽ അക്ബർ, കേസറി മറാത്ത, കോമൺവെൽത്ത്, യങ് ഇന്ത്യ. ഓതേഴ്സ് എഴുതിയതാരാന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ബാലഗംഗാധര തിലക്, മിസ്സിസ് ആനി ബെസന്റ്, മഹാത്മാഗാന്ധി, രാജാറാം മോഹൻ റോയ്. ഇത് SCRTന്ന് കോപ്പി പേസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഏതാ ഇതിൻ്റെ ആൻസർ വരുന്നത്? ഒന്നാമത് ഏതാ ഉള്ളത്? മിറാത്തുൽ അക്ബർ. ആരുടെ പുസ്തകം? മിറാത്തുൽ അക്ബർ എന്ന് പറയുന്നത്. മിറാത്തുൽ അക്ബർ ആരാ? രാജാറാം മോഹൻ റോയിയുടെ പുസ്തകമാണ് ഇത്, മിറാത്തുൽ അക്ബർ. രണ്ടാമത്തെ ഏതാ? കേസരി മറാത്ത. കേസരി മറാത്ത എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ബാലഗംഗാധര തിലകന്. കോമൺവെൽത്ത് ആരാ? ആനി ബെസന്റ്. കോമൺവെൽത്ത് ആരാ? ആനി ബെസന്റ് ആണ്. ഏറ്റവും അവസാനത്തെ യങ് ഇന്ത്യ ആരാ? മഹാത്മാ ഗാന്ധിജി അല്ലേ. അത് നമുക്ക് അറിയുന്നതായിരിക്കും. മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയ്, കേസരി മറാത്ത ബാലഗംഗാധര തിലക്, പിന്നെ കോമൺവെൽത്ത് മിസ്സിസ് ആനി ബെസന്റ്, യങ് ഇന്ത്യ ഹരിജൻ എന്നൊക്കെ പറയുന്നത് ആരാ? മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വീണ്ടും ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഗദ്ദാർ പാർട്ടി, ഇന്ത്യൻ നാഷണൽ ആർമി, ഫോർവേഡ് ബ്ലോക്ക്. റാഷ് ബിഹാരി ബോസ് ഉണ്ട്, ഭഗത് സിംഗ് ഉണ്ട്, ലാലാ ഹർദയാൽ ഉണ്ട്, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്.
ഏതാ? ഒന്നാമത്തത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അല്ലെ, HSRA. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആരുമായിട്ട് ബന്ധപ്പെട്ടതാ? ഭഗത് സിംഗുമായി ബന്ധപ്പെട്ടതാണ്. HSRA അല്ലെ, HSRA ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആരുമായി ബന്ധപ്പെട്ടതാ? ഭഗത് സിംഗ്. ഗദ്ദാർ പാർട്ടി ആരാ? ലാലാ ഹർദയാൽ. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ. ഇന്ത്യൻ നാഷണൽ ആർമി ആരുമായി ബന്ധപ്പെട്ടതാ? റാഷ് ബിഹാരി ബോസ്. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. ഈ ഇന്ത്യൻ നാഷണൽ ആർമി വൺ വേർഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പലരും എഴുതുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആയിരിക്കും. തെറ്റരുത്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആരാ? റാഷ് ബിഹാരി ബോസ് ആണ്. പിന്നീട് ആർക്ക് കൊടുക്കുക ചെയ്തത്? സുഭാഷ് ചന്ദ്രബോസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആരാന്ന് ചോദിച്ചാൽ INA രൂപീകരിച്ചത് ആരാ? റാഷ് ബിഹാരി ബോസ് ആണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ട നേതാവാണ് ഭഗത് സിംഗ്. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരാ? ലാലാ ഹർദയാൽ. ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ്. ഫോർവേഡ് ബ്ലോക്ക് ആണെങ്കിൽ ആരാ? സുഭാഷ് ചന്ദ്രബോസ്. ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായിട്ട് ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കുള്ളത്? ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായിട്ട് ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡുള്ളത് ആർക്കാ? നിർമ്മല സീതാരാമൻ ആട്ടോ. ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ ആണ്. ഏഴാമത്തെ ചോദ്യം, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏതാ? ഓപ്ഷൻ ബി ആണ്, മാംഗോ ഷവർ ആണ്. എട്ടാമത്തെ ചോദ്യം ക്യാൻസൽ ആയിരുന്നു. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ഉത്തരപർവ്വത മേഖലയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഏതാ ഇതിൽ ബന്ധമില്ലാത്ത പ്രസ്താവന? നമുക്ക് ബന്ധമുള്ള പ്രസ്താവനകൾ പഠിക്കാം. നദികളുടെ ഉത്ഭവ പ്രദേശം എന്നറിയപ്പെടുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തിയിട്ട് ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നതും ഉത്തരപർവ്വത മേഖലയാണ്. ഇത് പഠിക്കണ്ട. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നതും ഉത്തരപർവ്വത മേഖലയാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ്. അപ്പോൾ നദികളുടെ ഉത്ഭവ പ്രദേശം മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തിയിട്ട് ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നു. അതുപോലെ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നതും ഏതാ? ഉത്തരപർവ്വത മേഖലയാണ്. പത്താമത്തെ ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽരൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ഏതാ ഇതിൽ തെറ്റായ പ്രസ്താവന? അല്ലെ, ഒന്നാമത്തെ ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. 2, ധാരാളം ലോഹ അലോഹ ധാതുക്കൾ സമൃദ്ധമാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്കിഴക്കൻ പീഠഭൂമി പ്രദേശം, അതുപോലെ മധ്യമേഖല തുടങ്ങിയ വിവിധ ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഓപ്ഷൻ ഡി എക്കൽ വിശറികളാൽ സമ്പന്നമായ ഇടമാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാ? ഓപ്ഷൻ ഡി ആണ്, എക്കൽ വിശറികളാൽ സമ്പന്നമാണ് ഇവിടം. ബാക്കി പഠിച്ചു വെക്കുക. ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്കിഴക്കൻ പീഠഭൂമി എന്നും അതുപോലെ മധ്യമേഖല തുടങ്ങിയ വിവിധ ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. 11ാമത്തെ ചോദ്യം, 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായിട്ട് പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ കൊല്ലം മുതൽ കോഴിക്കോട് എന്നായിരുന്നു. NW3 ആണ്. 12ാമത്തെ ചോദ്യം, മരണാനന്തര ബഹുമതിയായിട്ട് 2025 പത്മവിഭൂഷൺ നേടിയ മലയാളി സാഹിത്യകാരൻ ആരാ? MT വാസുദേവൻ നായരാണ്. 13ാമത്തെ ചോദ്യം, കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. 14ാമത്തെ ചോദ്യം, വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിൽ സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം ഏതാണ്? ഓപ്ഷൻ എ ആണ്, സ്വകാര്യവൽക്കരണം. 15ാമത്തെ ചോദ്യം, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ്? സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ച
ഇന്ത്യക്കാരനാരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ദാദാബായ് നവറോജി. 16ാമത്തെ ചോദ്യം, ആസൂത്രണത്തിന് വേണ്ടിയിട്ട് പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം? ഓപ്ഷൻ ബി നീതി ആയോഗ്. 17ാമത്തെ ചോദ്യം, ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നതിൽ ഏത് സാമ്പത്തിക മേഖലയിലാണ് ഉൾപ്പെടുന്നത്? ഹോട്ടൽ വ്യവസായം താഴെ തന്നിരിക്കുന്നതിൽ ഏത് സാമ്പത്തിക മേഖലയിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് തൃതീയ മേഖലയിലാണ്. 18ാമത്തെ ചോദ്യം, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നെൽകൃഷി ഒന്ന്, ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ലെന്ന് പറയുന്നത്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഒരു ഖാരിഫ് വിളയാണ്. ഇതിൽ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാ? എല്ലാം എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇന്ത്യയിലെ മുഖ്യ വിളയാണ് ഏതെന്ന് പറയുന്നത്? നെല്ലെന്ന് പറയുന്നത്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് കൃഷി ചെയ്യുന്നത്. ഒരു ഖാരിഫ് വിളയാണ് ഏത്? നെല്ലെന്ന് പറയുന്നത്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ശരിയാണ്. 2, ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ശരിയാണ്. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതും ശരിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ശരിയാണോ? തെറ്റാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്ന ഏതാ? 1960കളുടെ മധ്യത്തിലാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ പഞ്ചവത്സര പദ്ധതി പറയുകയാണെങ്കിൽ ഏത് പറയാം? പ്രധാനമായിട്ടും 3ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത്. അതായത് 1961, 66 ആ കാലഘട്ടത്തിലാണ് ആ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ 65ൻ്റെയൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. 20ാമത്തെ ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണ് എന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലും അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം, അത് മാതാപിതാക്കളുടെ കടമയാണെന്ന് പറയുന്ന ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മൗലികാവകാശമായ ഭരണഘടനാ ഭേദഗതി എന്നൊക്കെ ചോദിച്ചാലും ഏത് തന്നെയാ? 86ാമത്തെ ഭേദഗതിയാണ്. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? ഓപ്ഷൻ എ ആണ് മോത്തിലാൽ നെഹ്റു. 22, ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതാ? രാഷ്ട്രത്തലവന്റെ പേര് എന്നുള്ളതാണ്. 23ാമത്തെ ചോദ്യം, വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഇതും നമ്മൾ കഴിഞ്ഞ വീഡിയോകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ ഏതാ ആർട്ടിക്കിൾ 40 പ്രകാരമാണ് പഞ്ചായത്തുകളെ രൂപീകരിക്കുന്നത്. ഇനി പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? റിപ്പൺ പ്രഭു അല്ലെ? ഓപ്ഷൻ സി ആണ്, ലോർഡ് റിപ്പൺ ആണ്. 25ാമത്തെ ചോദ്യം, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാ? യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാ? ഓപ്ഷൻ ബി ആണ്, ഉത്തരാഖണ്ഡ്. 26ാമത്തെ ചോദ്യം, 3ാം മോഡി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ്? 3ാം മോഡി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ചോദിച്ചാൽ പാർലമെന്ററി കാര്യ സമിതിയാണ്. ഓപ്ഷൻ ബി പാർലമെന്ററി കാര്യ സമിതിയാണ്. 27ാമത്തെ ചോദ്യം, തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. അതായത് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. 1, തദ്ദേശ ഗവൺമെന്റുകളിലെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ ഗവൺമെന്റുകളിലെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതായത് പഞ്ചായത്ത് ഇലക്ഷൻ നടത്താനുള്ള അധികാരം ആർക്കാന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ശരിയാണ്. 2, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെന്റ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. ആണോ? തെറ്റാണ്.
മൂന്നാമത്തെ പ്രസ്താവന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. അതെന്താണ്? ശരിയാണ്. 28ാമത്തെ ചോദ്യം സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ എന്താ? കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ്. 5 വർഷമാണ് കമ്മീഷന്റെ കാലാവധി. ആണോ? അതെ അല്ലേ. ഓരോ 5 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ സാമ്പത്തിക കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അതും ശരിയാണ്. 3 സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു. ആണോ? തെറ്റാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്താനൊന്നും അവകാശമില്ല. സംസ്ഥാന സാമ്പത്തിക കമ്മീഷനിൽ അല്ലേ. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നമുക്കറിയാം. CAG ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്റ് ചെയ്യാറുണ്ട്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നൊക്കെ പറയും അല്ലേ. അവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ പരിശോധിക്കുന്നത്. അപ്പോൾ 1, 2 ഇതിൽ ശരിയായിട്ടുള്ളത്. 29ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നില്ല. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ചർച്ച ചെയ്തിട്ടുണ്ട്. കൃഷിയും പോലീസും ഏതാ? സ്റ്റേറ്റ് ലിസ്റ്റ്. ജയിലും തദ്ദേശ ഗവൺമെന്റും സ്റ്റേറ്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസവും വനവുമാണെങ്കിൽ ഏതാ? കൺകറന്റ് ലിസ്റ്റ് ആണ് അല്ലേ. കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ 1, 2 ഇതിൽ ശരിയായിട്ടുള്ളത്. 30ാമത്തെ ചോദ്യം സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന. ഒന്നാമത്തത് P സതീദേവിയാണ് നിലവിലെ ചെയർപേഴ്സൺ. ആണോ? P സതീദേവിയാണ് നിലവിലെ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലെ പട്ടമാണ്. 3ാമത്തെ പ്രസ്താവന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. ആണോ? ആണ്. 3 എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 31ാമത്തെ ചോദ്യം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന. 1 പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. 1ാമത്തെ പ്രസ്താവന ശരിയാണ്. 2 പാർലമെന്ററി അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ ബിവീഷ് ആണ്. ആണോ? ശരിയാണ്. 3ാമത് പ്രതിപക്ഷ നേതാവ് ഇതിലെ ഒരു അംഗമാണ്. ആണോ? അല്ല. തെറ്റാണ്. അപ്പോൾ 1, 2 പ്രസ്താവന ശരിയാണ്. 3ാമത്തെ എന്താണ്? തെറ്റാണ്. ഈ ചെയർമാൻ എന്നുള്ളത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് പോകണം കേട്ടോ. എക്സാമിൻ്റെ സമയത്ത് അത് മാറാനൊക്കെ സാധ്യതയുള്ളതാണ്. നിലവിൽ ഇദ്ദേഹം തന്നെയാണ്. 32ാമത്തെ ചോദ്യം കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1 ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ നിലവിൽ മനോജ് കുമാർ ആണ്. ആണോ? നിലവിൽ ആരാണ്? ശ്രീ മനോജ് കുമാർ തന്നെയാണ്. ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എറണാകുളമാണ്. ആണോ? ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ഒരു നിയമം നിർമ്മിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം? ബാലന്മാരെ സംരക്ഷിക്കുന്നതായിരിക്കണം എന്ന് കമ്മീഷന്റെ അനുശാസനം ഉണ്ടാണോ? അതെന്താണ്? ശരിയാണ്. അപ്പോൾ 1, 3 ശരിയായിട്ടുള്ളത്. 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. 33ാമത്തെ ചോദ്യം കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദർ ആണ്. നിലവിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം തന്നെയാണ്, നിതിൻ ജാംദർ തന്നെയാണ്. അതായത് ജനുവരി 2-ാം തീയതി, അതായത് ഇദ്ദേഹം ജനുവരി 9-ന് വിരമിക്കാൻ പോകുന്ന ആളാണ് ജസ്റ്റിസ് നിതിൻ ജാംദർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് പകരമായിട്ട് ജസ്റ്റിസ് സൗമൻ സെന്നാണ് അടുത്തത് വരുന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക, അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചാൽ ആരാ? ജനുവരി 9 മുതൽ ആരായിരിക്കും? സൗമൻ സെൻ കേട്ടോ. ജസ്റ്റിസ് സൗമൻ സെൻ ആയിരിക്കും. ജസ്റ്റിസ് സൗമൻ സെൻ. ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാ? എറണാകുളം ജില്ലയിലാണ്. എറണാകുളത്ത് തന്നെയാണ്. തിരുവനന്തപുരത്ത് ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് പ്രവർത്തിക്കുന്നുണ്ട്. തെറ്റാണ്. 34ാമത്തെ ചോദ്യം ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ഏതാ? ഓപ്ഷൻ ബി ആണ്, എപ്പിഗ്ലോട്ടിസ് ആണ്. 35ാമത്തെ ചോദ്യം ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, ഹീമോഫീലിയ. ഏതാ? ഹീമോഫീലിയ.
പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതമൊക്കെ എന്താണ്? ജീവിതശൈലി രോഗമാണ്. 36ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതോ ഒന്ന് മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ, അത് ഏതാണെന്ന് കണ്ടെത്തുക. ലെപ്റ്റോസ്പൈറ എലിപ്പനിയല്ലേ? തെറ്റാണ്. HIV ഡിഫ്തീരിയ ആണോ? ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ഏതിൻ്റെ HIV ഒക്കെ? മൈക്രോ ബാക്ടീരിയം ലെപ്ര എയ്ഡ്സ് ആണോ? തെറ്റാണ്. ഫൈലേറിയം വിര മന്ത് ശരിയാണ് അല്ലേ? HIV എയ്ഡ്സ് ഒക്കെ അല്ലേ? അപ്പോൾ തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? ഫൈലേറിയൻ വിര മന്ത്. 37ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹട്ട് പട്ടണം ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത്? ബർണിഹട്ട് എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തെ? ഓപ്ഷൻ എ ആണ്, മേഘാലയ. 38ാമത്തെ ചോദ്യം, രണ്ട് പ്രസ്താവന വന്നിട്ടുണ്ട്. ഇതിൽ ശരി ഏതാ തെറ്റേതാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾസിൽ അനീമിയക്ക് കാരണമാകുന്നു. 2, ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. ഒന്നാമത്തെ എന്താ? മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാറ് കാരണം സിക്കിൾസിൽ അനീമിയക്ക് കാരണമാകുന്നു. ശരിയാണ്. 2, ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. ആണോ? തെറ്റാണ്. ക്രോമസോം നമ്പർ 14 തകരാറ് മൂലം രൂപപ്പെടുന്ന രോഗം ഏതാ? അൽഷിമേഴ്സ് അല്ലേ? അൽഷിമേഴ്സ് ആണ്. ക്രോമസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ ഏതാ? അൽഷിമേഴ്സ് ആണ്. 11 ആണെങ്കിൽ ഏതാ? സിക്കിൾസിൽ അനീമിയ. 39ാമത്തെ ചോദ്യം, പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായിട്ട് കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളരിവൻ, വരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ഏതാ? ചിത്രശലഭം ആട്ടോ. ഓപ്ഷൻ സി, ചിത്രശലഭം. 40ാമത്തെ ചോദ്യം, മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. രണ്ടാമത്തെ പ്രസ്താവന, മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരിയായതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്ന പേശി വ്യവസ്ഥയാണ്. ആണോ? ശരിയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണെന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയാണ്. രണ്ടും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 41ാമത്തെ ചോദ്യം, ശരിയായ ജോഡികൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. സൂക്രോസ്, കരിമ്പ്, വൈറ്റമിൻ, എണ്ണക്കുരുക്കൾ, മാംസ്യം, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, കൊഴുപ്പ്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടെത്താൻ വേണ്ടി. ഒന്നാമത്തെ എന്താ? സൂക്രോസ്, കരിമ്പ്. കരിമ്പിൽ നിന്ന് സൂക്രോസ് ലഭിക്കുന്നു. ശരിയാണ്. രണ്ടാമത്തത് എണ്ണക്കുരുക്കൾ, വൈറ്റമിൻ. തെറ്റാണ്. പിന്നെ മൂന്നാമത്തെ പയർവർഗ്ഗത്തിൽ നിന്ന് മാംസ്യം ലഭിക്കുന്നു. ശരിയാണ്. കൊഴുപ്പിൽ നിന്ന് ധാന്യം ശരിക്കുന്നതും തെറ്റാണ്. അപ്പോൾ 1, 3 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 42ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? തരംഗദൈർഘ്യം കുറവ് ഏതിനാ? നീലക്കാല്. ഓപ്ഷൻ എ ആണ്, നീലയാണ്. 43ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 44ാമത്തെ ചോദ്യം, ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താ? മിഥ്യാ പ്രതിബിംബം എന്ന് വിളിക്കുന്നു. 45ാമത്തെ ചോദ്യം, നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നാൻസി ഗ്രേസ് റോമൻ ആരുമായി ബന്ധപ്പെട്ടതാ? നാസയുമായി ബന്ധപ്പെട്ടതാണ്. 46ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാ? ചൈനയാണ്. 47ാമത്തെ ചോദ്യം, മർദ്ദം സ്ഥിരമായിരിക്കുന്ന സമയത്ത് താപനില വർദ്ധിച്ചു കഴിഞ്ഞാൽ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്താ സംഭവിക്കുക? മർദ്ദം സ്ഥിരമാണ്, താപനില വർദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്താ സംഭവിക്കുക? എന്താ? വ്യാപ്തം വർദ്ധിക്കുന്നു. കാരണം എന്താ? താപം കൂടുകയല്ലേ ചെയ്യുന്നത്. 48ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? തന്നിരിക്കുന്നതിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ഏതാ? ഇരുമ്പ് തുരുമ്പിക്കുന്നു അല്ലേ? തുരുമ്പിച്ചിരുമ്പ് തിരിച്ചെന്താവില്ല? ഇരുമ്പാവത്തില്ല അല്ലേ? പിന്നെ ഐസ് ഉരുക്കി കഴിഞ്ഞാൽ വെള്ളമാവും, വെള്ളം തിരിച്ചെന്താക്കാൻ നമുക്ക് ഐസാക്കാൻ പറ്റും. പഞ്ചസാര ലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? പഞ്ചസാരയാക്കാൻ പറ്റും. ജലം തെളിച്ച അന്ന് എന്തല്ല നേരിട്ട ഭൗതിക മാറ്റം അല്ലേ? ഉരുമ്പ് തുരുമ്പിക്കുന്നത് എന്ന് പറയുന്നത് എന്താ? രാസമാറ്റമാണ്. 49ാമത്തെ ചോദ്യം, ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവമുള്ളതായിട്ട് പരിഗണിക്കുന്നത്? തന്നിരിക്കുന്നതിൽ ആസിഡ് വാല്യൂ ഏതായിരിക്കും? ഓപ്ഷൻ എ അല്ലേ? pH 0 to 7 ആണ്.
50-ാമത്തെ ചോദ്യം, 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാ? പെഗ്ഗി വിറ്റ്സൺ ആണ്. അല്ലെ, ഓപ്ഷൻ ബി ആണ്, പെഗ്ഗി വിറ്റ്സൺ ആണ്. 51 കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാ? നിർമ്മല സീതാരാമൻ. 52-ാമത്തെ ചോദ്യം, രാമായണം ആട്ടക്കഥ രചിച്ചതാരാണ്? രാമായണം ആട്ടക്കഥ രചിച്ചതാരാ? കൊട്ടാരക്കര തമ്പുരാൻ. അല്ലെ, ഓപ്ഷൻ സി ആണ്, കൊട്ടാരക്കര തമ്പുരാനാണ്. 53 കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ചോദിച്ചാൽ ആരാ? ഗുരു ഗോപിനാഥ്. ഓപ്ഷൻ എ ഗുരു ഗോപിനാഥ് ആണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, PT ഉഷ. 55-ാമത്തെ ചോദ്യം, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ഏതാ? സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ ക്ഷേത്രമാണ്. ജയദേവന്റെ ഗീതാ ഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാ? ജയദേവന്റെ ഗീതാ ഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാരാ? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. 57-ാമത്തെ ചോദ്യം, കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാ? കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ അധ്യക്ഷൻ ചോദിച്ചാൽ മുൻ മന്ത്രിയായിട്ടുള്ള വി സുനിൽ കുമാർ ആണ്. 58 ഇക്കോ ടൂറിസം പോയിന്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന കിടൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? ഇക്കോ ടൂറിസം പോയിന്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന കിടൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ആണ്, കാസർഗോഡാണ്. 59-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. 1 പ്ലോട്ടർ ഇൻപുട്ട് ഡിവൈസ്, റാം വോളറ്റൈൽ മെമ്മറി, ഓപ്പൺ ഓഫീസ് ബേസ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ, MICR ഇൻപുട്ട് ഡിവൈസ്, മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇതിലേതൊക്കെയാണ് ശരിയായ ജോഡികളെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി അല്ലേ? പ്ലോട്ടർ എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാ? തെറ്റാണ്. പ്ലോട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഏതെന്ന് പറയുന്നത്? പ്ലോട്ടർ എന്ന് പറയുന്നത്. ട്രാക്ക് ബോൾ ഏതാ? ട്രാക്ക് ബോൾ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. റാം വോളറ്റൈൽ മെമ്മറി തന്നെയാണ്. ഓപ്പൺ ഓഫീസ് ബേസ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. MICR ഇൻപുട്ട് ഡിവൈസ് ആണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഏതാ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ 1 മാത്രമേ ഇതിൽ തെറ്റുള്ളൂ, ബാക്കിയൊക്കെ എന്താണ്? ശരിയാണ്. 2, 3, 4 ശരിയാണ്. സോറി, പിന്നെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറയുന്നത് എന്താ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലേ കേട്ടോ, OS അല്ലേ? OS ആണ്. പിന്നെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിയായത് 2, 3, 4 മാത്രം. 5-ാമത്തത് തെറ്റാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല, പിന്നെ OS ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 60-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടി. 1 പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കീ ആണ് Ctrl+M എന്ന് പറയുന്നത്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഷോർട്ട് കീ ഏതാ? Ctrl+M. ശരിയാണ്. ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഒരു ഡോക്യുമെന്റിൽ ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഇൻസേർട്ട് മെനുവിലാണുള്ളത്. ശരിയാണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക് ഷീറ്റ് ഫയലിന്റെ എക്സ്റ്റൻഷൻ .ods ആണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക് ഷീറ്റ് ഫയലിന്റെ എക്സ്റ്റൻഷൻ .ods ആണ്. ശരിയാണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷൻ ആണ് ഏത്? ആവറേജ് 2 റൗണ്ട് ബ്രാക്കറ്റ് എന്നാ പറയുക അല്ലേ? റൗണ്ട് ബ്രാക്കറ്റ് എന്ന് പറയും. 4-ാമത്തത് അതും ശരിയാണ്. 4-ാമത്തത് ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിലെ കൗണ്ട് ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്നത് ഒരു റേഞ്ചിലെ ബ്ലാങ്ക് ഒഴികെയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതും എന്താണ്? ശരിയാണ്. 5 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ജസ്റ്റ് പോസ് ചെയ്തിട്ട് പഠിച്ചു വെക്കുക. 61-ാമത്തെ ചോദ്യം, 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരെന്താ? ഓപ്ഷൻ സി ആണ്, ഐരാവത്. 62-ാമത്തെ ചോദ്യം, കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താ? കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേര് ചോദിച്ചാൽ എന്താ? E-Cube ആട്ടോ. E-Cube മീൻസ് E ആണേ.
63-ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ക്രാക്കിംഗ്, ഫിഷിംഗ്, സൈബർ സ്ക്വാട്ടിംഗ്, സൈബർ ടെററിസം. അതിൻ്റെ വിശദീകരണമാണ് ഇപ്പുറത്ത് തന്നിരിക്കുന്നത്. എന്താ ക്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദുരുദ്ദേശത്തോടുകൂടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക. വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്നതിന് എന്താ പറയുക? സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയും കേട്ടോ. സൈബർ സ്ക്വാട്ടിംഗ്. ഇനി ദേശ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനത്തെ എന്തെന്നാ പറയുന്നത്? അതാണ് സൈബർ ടെററിസം. ദേശ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനത്വമാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പം ക്രാക്കിംഗ്, ഫിഷിംഗ്, സൈബർ സ്ക്വാട്ടിംഗ്, സൈബർ ടെററിസം എന്താണെന്ന് പഠിച്ചു വെക്കുക. 64-ാമത്തെ ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏതാന്ന് കണ്ടെത്തുക. പെടാത്തത് ഏതാണ്? അപ്പം പെടുന്നതൊക്കെ പഠിച്ചു വെക്കുക. സുരക്ഷിതത്തിനുള്ള അവകാശം ശരിയാണ്. വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് ഒരു സാധനത്തിന് എന്ത് ചെയ്യുക? വിപണി മാർക്കറ്റിൽ ഒരു 10 രൂപയാണെങ്കിൽ അത് നമുക്ക് 5 രൂപക്ക് വേണം എന്ന് പറയാം. അതെന്തല്ല? അതങ്ങനെ ഒരു അവകാശം ഇല്ല. അത് തെറ്റാണ്. ഇനി മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ എന്നിവ ലഭ്യമാകാനുള്ള അവകാശം ശരിയാണ്. ഉപഭോക്താവിൻ്റെ അവബോധത്തിനുള്ള അവകാശം ACD എന്നിവ ശരിയാണ്. B എന്താണ്? തെറ്റാണ്. 65-ാമത്തെ ചോദ്യം, ഗാർഹിക പീഡനം നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? ഗാർഹിക പീഡനം നടക്കാൻ സാധ്യതയുണ്ടെന്നോ ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അത് ആരെയാണ് നമ്മൾ അറിയിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആരെയാ? പ്രൊട്ടക്ഷൻ ഓഫീസറെയാട്ടോ. ഓപ്ഷൻ ഡി, പ്രൊട്ടക്ഷൻ ഓഫീസറെയാണ്. 66-ാമത്തെ ചോദ്യം, കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഘടന എങ്ങനെയാണ്? കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഘടന ചോദിച്ചാൽ എങ്ങനെയാ? ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കവിയാത്തത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും. ടോട്ടൽ അംഗസംഖ്യ 11. 67-ാമത്തെ ചോദ്യം, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം ഏതാ? പോക്സോ ആക്ട് 2012 അല്ലേ? അതുപ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്ത പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ശരിയല്ലാത്ത പ്രസ്താവന. 1. കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വസതിയിലോ കുട്ടി സാധാരണയായിട്ട് താമസിക്കുന്ന സ്ഥലത്തോ കുട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോ പ്രായോഗികമാകുന്നിടത്തോളം സബ് ഇൻസ്പെക്ടർ, അതായത് SI റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ രേഖപ്പെടുത്തേണ്ടതാണ്. ആണോ? ശരിയാണ്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ആയിരിക്കരുത്. ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കാൻ പാടില്ല. ഇതിൽ രാത്രിയോ പകലോ എന്ന് പറഞ്ഞു. രാത്രി പാടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ പകലും കൂടി ഇതിൽ വന്നതുകൊണ്ട് എന്താണ്? ഇത് തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി, അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കുട്ടി ഒരു കാരണവശാലും പ്രതിയുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ്. അതെന്താണ്? ശരിയാണ്. 68-ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരം സ്ഥാപിതമായത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരം സ്ഥാപിതമായത്? ഓപ്ഷൻ സി ആണ്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ്. 69, ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മാധവ് നാഷണൽ പാർക്ക് എവിടെയായിരിക്കും? മധ്യപ്രദേശിലാണ്. 70-ാമത്തെ ചോദ്യം, 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഏതൊക്കെയാന്ന് പറഞ്ഞിട്ട് ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ്. ദാരിദ്ര്യമില്ലായ്മ, ലിംഗസമത്വം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം. അപ്പോൾ ഇതിൽ 70 GK ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. 10 മാത്സ് നമ്മൾ നോക്കുന്നില്ല. ഇംഗ്ലീഷ് നോക്കാം. തന്നിരിക്കുന്നതിൽ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ്. തന്നിരിക്കുന്നതിൽ കറക്റ്റ് സെൻറ്റൻസ് ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്. ദ ബൊക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ് ദ സ്മെൽസ് ഗുഡ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. 82 ഡാഷ് യൂറോപ്യൻസ് ഏതാ? ദ യൂറോപ്യൻസ് ആട്ടോ. ഇവിടെ ആൻസർ ചെയ്യുന്നത് ദ യൂറോപ്യൻസ്. 83-ാമത്തെ ചോദ്യം, നൺ ഓഫ് ദ ബോയ്സ് ഹാവ് ഫിനിഷ്ഡ് ദി ഹോംവർക്ക്.
നൺ ഓഫ് നെഗറ്റീവ് ആണ്. അപ്പം നമ്മളിവിടെ എന്തായിരിക്കണം, ക്വസ്റ്റ്യൻ ടാഗിൽ പോസിറ്റീവ് വരണം അല്ലേ. ഏതാ ഇതിൽ ആൻസർ വരിക? 83 ഓപ്ഷൻ എ ആണ്, ഹാവ് ദേ. 84 ഇഫ് ക്ലോസ് ആണ്. ഇഫ് ഇറ്റ് റെയിൻസ് ടുമാറോ വി ഡാഷ് അറ്റ് ഹോം. ഇഫ് ഇറ്റ് റെയിൻസ് ടുമാറോ വി ഡാഷ് അറ്റ് ഹോം. ഏതാ? വി ഫസ്റ്റ് ഫോമിൽ അല്ലേ, വി വിൽ സ്റ്റേ ആണ്. 85 ചോദ്യം, അലക്സ് സെഡ് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ടാസ്ക്. ഇതിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ടാസ്ക്. അലക്സ് സെഡ് ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ടാസ്ക് അല്ലേ, ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ടാസ്ക്. ഓപ്ഷൻ ഡി ആണ്. 86 ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ക്ലോസസ്റ്റ് മീനിങ് ഡെലിൻക്വൻറ്റ്. ഡെലിൻക്വൻറ്റ് ഡെലിൻക്വൻറ്റ് അല്ലേ, കുറ്റവാളി. കുറ്റവാളിക്ക് അതിന് അനുസൃതമായിട്ടുള്ളൊരു വേർഡ് എന്ന് പറയും ക്രിമിനൽ എന്ന് പറയും അല്ലേ. ഓപ്ഷൻ ബി ക്രിമിനൽ ആണ്. 87 ചോദ്യം, സെലക്ട് ദ ആന്റണിം ഓഫ് ഡെറലിക്റ്റ് അല്ലേ, ഡെറലിക്റ്റ്. എന്താ? ഓപ്ഷൻ സി ആണ്, അറ്റൻറ്റീവ് കേട്ടോ. ഓപ്ഷൻ സി അറ്റൻറ്റീവ്. 88 ചോദ്യം, ദ ടീച്ചർ ആസ്ക്ഡ് ദി സ്റ്റുഡൻസ് ടു ഡാഷ് ദെയർ അസൈൻമെൻറ്റ് ബിഫോർ സബ്മിറ്റിംഗ് ഇറ്റ്. എന്താ? ലുക്ക് ഓവർ. ഓപ്ഷൻ എ ആണ്, ലുക്ക് ഓവർ. ലുക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? പരിശോധിക്കുക അല്ലെ, അസൈൻമെൻറ്റ് വെക്കുന്നതിന് മുമ്പ് പരിശോധിക്കുക. 89 ചോദ്യം, എ ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് കനോട്ട് ബി റീഡ്. എ ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് കനോട്ട് ബി റീഡ് എന്താ? ഇലെജിബിൾ ആട്ടോ. ഓപ്ഷൻ ബി ഇലെജിബിൾ. 90 ചോദ്യം, ഇഡിയം വൺ ഓൺ ക്ലൗഡ് നയൻ. ഓൺ ക്ലൗഡ് നയൻ ഇഡിയം എന്താ മീനിങ് വരിക? എക്സ്ട്രീംലി ഹാപ്പി റിലേറ്റഡ് ആണ്. ഓപ്ഷൻ ഡി ആണ്. ഇനി 10 മലയാളം ചോദ്യങ്ങളാണ്. തന്നിരിക്കുന്നവയിൽ നിന്ന് എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. പാഠവും, അതിർത്തി, പഠിതാവ്, വ്യവസ്ഥ, സ്രഷ്ടാവ്, ഹാർദം. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാ? ഒന്നാമത്തത് ശരിയാണ്, മൂന്നാമത്തതും ശരിയാണ്, രണ്ടാമത്തത് തെറ്റാണ്. 92 ചോദ്യം, മഹോന്നതം എങ്ങനെയാ പിരിച്ചെഴുതുക? മഹോന്നതം എന്ന് എങ്ങനെ പിരിച്ചെഴുതും? ഏതാ? മഹാ അധികം ഉന്നതം. മഹാ അധികം ഉന്നതം. 93 ചോദ്യം, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. അടിവരയിട്ടിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം. സ്വാധീനത്തിന്റെ വിപരീതം എന്താ? സ്വാധീനം, പരാധീനം. സ്വാധീനം, പരാധീനം. മോദിനി എന്ന് പറഞ്ഞാൽ എന്താ? മോദിനി. മോദിനി മോദിനി എന്ന് പറഞ്ഞാൽ ഭൂമി കേട്ടോ, ഭൂമിയാണ്. പിന്നെ വിലക്കി അധികം ഇല്ല ചേർത്തെഴുതിയാൽ എന്താ വരിക? വിലക്കി അധികം ഇല്ല എന്നത് ചേർത്തെഴുതി കഴിഞ്ഞാൽ എന്ത് വരും? വിലക്കിയില്ല. വിലക്കിയില്ല. ഓപ്ഷൻ ഡി വിലക്കിയില്ല. 96 ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം ഏതാന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതാണ്? ജസ്റ്റ് പൗസ് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ്. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. കറക്റ്റ് വർഷം പറയുന്നുണ്ടല്ലോ. 97 ശരിയായ സ്ത്രീലിംഗ ശബ്ദം ഏതാന്ന് കണ്ടെത്തുക. രക്ഷകൻ, രക്ഷിക, സ്വാമി, സ്വാമിജി, കാന്തൻ, കാന്ത. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്ത്രീലിംഗ പദം? ഏതൊക്കെയാ? രക്ഷകൻ, രക്ഷിക, കാന്തൻ, കാന്ത ശരിയാണ്, തെറ്റാണ്. 98 ചോദ്യം, ഒറ്റപ്പദം. കാണുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം. കാണുന്നയാൾ ആരാ? കാണുന്നയാൾ ആരാ? പ്രേക്ഷകനായിരിക്കും അല്ലെ. പ്രേക്ഷകനാണ്. പ്രേക്ഷകൻ എവിടെ? ഓപ്ഷൻ ഡി പ്രേക്ഷകൻ. ഇനി ടെറിട്ടോറിയൽ ഡൊമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ എന്താ? ടെറിട്ടോറിയൽ ഡൊമിനേഷൻ എന്താ? പ്രാദേശിക ആധിപത്യം. ഓപ്ഷൻ സി പ്രാദേശിക ആധിപത്യം. 100 ചോദ്യം, ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്ന് അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്ന അർത്ഥം വരുന്നത് ഏതാ? ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. ഓപ്ഷൻ സി ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. അപ്പോൾ നമ്മൾ 100 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണേ. ഇതിൽ ഒന്നാമത്തെ ഇത് നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 2. ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത പൊതുപരിപാടി എന്നറിയപ്പെടുന്നത് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. 3. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. 4. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വർഷം
1915. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലേ? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാ? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയിട്ട് ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി എന്ന് പറയുന്നത് ഇതാ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം തന്നെയായിരുന്നു. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നതും 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയ വർഷം 1915 ജനുവരിയാണ് അല്ലേ? ഇതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പക്ഷെ ഓപ്ഷനിൽ എന്തില്ല? 4 ശരിയാണ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് PSC ക്യാൻസൽ ചെയ്തു. പക്ഷെ 4 പ്രസ്താവന എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. അതായത് തന്നിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതൊക്കെയാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഏതൊക്കെയാ? ഒന്ന്, പ്രാചീന മലയാളം ആരുടെ കൃതിയാ? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ആദിഭാഷ, വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം ആരുടെ കൃതിയാ? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ഏതെന്ന് പറയുന്നത്? ആത്മോപദേശ ശതകം. ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് ഏതൊക്കെ? പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. മൂന്നാമത്തെ ചോദ്യം, 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. 4 പേരെ തന്നിട്ടുണ്ട്. ഇതിൽ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൂക്കിലേറ്റിയവർ ആരൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഒന്ന്, പൊടവര കുഞ്ഞമ്പു നായർ, കോയിത്താറ്റിൽ ചിരുകണ്ഠൻ, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ, പള്ളിക്കൽ അബൂബക്കർ. ഈ 4 പേരും എന്താണ്? കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കൾ തന്നെയാണ്. പക്ഷേ ഇതിൽ ചൂരിക്കാടൻ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന വ്യക്തിക്ക് 18 വയസ്സ്, അതായത് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്തില്ല? തൂക്കിലേറ്റില്ല. ബാക്കി 3 പേരെയും, ആരെയൊക്കെ? പൊടവര കുഞ്ഞമ്പു നായർ, കോയിത്താറ്റിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ, ഇവരെ 3 പേരെ എന്ത് ചെയ്തിട്ടുണ്ട്? തൂക്കിലേറ്റപ്പെട്ടവരാണ്. ടോട്ടലി 4 പേരെയാണ് നമ്മൾ കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവരായിട്ട് പഠിക്കുന്നത്. ഒന്ന് മടത്തിൽ അപ്പു, അതുപോലെ പെടവര കുഞ്ഞമ്പു നായർ, കോയിത്താട്ടിൽ ചിരുകണ്ഠൻ, അതുപോലെ പള്ളിക്കൽ അബൂബക്കർ. കൂടെ പഠിച്ചു വെക്കുക, പള്ളിക്കൽ അബൂബക്കർ. ഈ 4 പേരെയാണ് എന്ത് ചെയ്തത്? 1943 മാർച്ച് 29 ഡേറ്റ് ഓർത്ത് വെച്ചോ. 1943 മാർച്ച് 29 എന്ത് ചെയ്യുന്നത്? കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് തൂക്കിലേറ്റുന്നത്. ഇതിൽ നിന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ചൂരിക്കാടൻ കൃഷ്ണൻ നായരെ പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് എന്ത് ചെയ്തു? വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ദുർഗുണ പാഠശാലയിലേക്ക് അയക്കുകയാണ് ചെയ്യുകയുണ്ടായത്. അപ്പോൾ കയ്യൂർ സമരം നടന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ ഏതാ? 1941. സമരം നടന്ന ജില്ലയാണ് ചോദിക്കുന്നതെങ്കിൽ ഏതാ? കാസർഗോഡ് ജില്ല കേട്ടോ. കാസർഗോഡ് ജില്ലയിലാണ്. കയ്യൂർ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ ഏതാ? കയ്യൂർ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ ഹോസ്ദുർഗ് ആണ്. ഹോസ്ദുർഗ് താലൂക്കാണ്. അതുപോലെ ഈ സമരക്കാരിൽ നിന്ന് ആക്രമണം ഭയന്നുകൊണ്ട് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരൻ, മുൻ വർഷങ്ങളിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ അക്രമകാരികളിൽ നിന്നുള്ള പേടിച്ചിട്ട് എന്ത് ചെയ്തു? പുഴയിൽ ചാടി മരിച്ചൊരു പോലീസുകാരൻ, അദ്ദേഹത്തിന്റെ പേരെന്താ? സുബ്ബരായൻ. സുബ്ബരായനാണ്. കയ്യൂർ സമരത്തെ തുടർന്ന് 61 പേരെയാണ് എന്ത് ചെയ്തത്? പോലീസ് പിടിച്ചു കേട്ടോ. 61 പേരെ പോലീസ് പിടിക്കുകയുണ്ടായി. അതിൽ 4 പേരെ എന്ത് ചെയ്തു? തൂക്കിക്കൊന്നു. ഇനി നാലാമത്തെ ചോദ്യം, അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ പഠിച്ചെടുക്കാം. USA 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ആര്? എബ്രഹാം ലിങ്കൺ. ശരിയാണ്. 1861 ഏപ്രിൽ മാസത്തിൽ എന്ത് ചെയ്തു? അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ശരിയാണ്. 1865 ഏപ്രിലല്ല, മെയ് 26 ഔദ്യോഗികമായിട്ട് യുദ്ധം അവസാനിച്ചു. ഇവിടെ ഏപ്രിലല്ല, 1865 തന്നെയാണ്. മെയ് 26, 1865 മെയ് 26 ഔദ്യോഗികമായിട്ട് യുദ്ധം അവസാനിച്ചു. അമേരിക്കൻ ഭരണഘടനയുടെ 13ാം ഭേദഗതി പ്രകാരം അടിമത്തം അവസാനിപ്പിച്ചു. അപ്പോൾ 4 പ്രസ്താവനകൾ പഠിച്ചു വെക്കുക. USA 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ആര്? എബ്രഹാം ലിങ്കൺ. 1861 ഏപ്രിൽ മാസത്തിൽ അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം പുറപ്പെട്ടു. അത് 1865 മെയ് 26 എന്ത് ചെയ്തു? ഔദ്യോഗികമായിട്ട് അവസാനിച്ചു. അമേരിക്കൻ ഭരണഘടനയുടെ 13ാം ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? അടിമത്തം അവസാനിപ്പിച്ചത്. എവിടെ? അമേരിക്കയിൽ. അഞ്ചാമത്തെ ചോദ്യം, 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. UN ലക്ഷ്യങ്ങളിൽ നിന്ന് ശരിയായത് ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന്, ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് സംരക്ഷിക്കുക. ശരിയാണ്. ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് സംരക്ഷിക്കുക.
അതേപോലെ ദേശീയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, തെറ്റാണ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക, ശരിയാണ്. ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക, മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. ആറാമത്തെ ചോദ്യം, പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. 1, രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് ഏത്? പാമ്പൻ പാലം എന്ന് പറയും. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് ഏത്? പാമ്പൻ പാലം. 1961 പഴയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. 1961 1914 പഴയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു, ശരിയാണ്. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരും, 2.08 കിലോമീറ്റർ നീളവുമുണ്ട്. അപ്പോൾ ബാക്കി 3 പ്രസ്താവനകൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇനി 7ാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1, സിന്ധു നദി നംച പർവയെ കീറിമുറിച്ച് ആഴമേറിയ താഴ്വരകളിലൂടെ ഒഴുകുന്നു. 2, യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴിയാണ്, അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. 3, കോസി ബീഹാറിന്റെ ദുഃഖമെന്നറിയപ്പെടുന്നു. 4, ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തത്, സിന്ധു നദി നംച പർവയെ കീറിമുറിച്ചൊഴുകുന്നു, തെറ്റേതാ? ബ്രഹ്മപുത്രയാണ്, സിന്ധു അല്ല. യമുന ഗംഗ നദിയുടെ എന്താണ്? ഏറ്റവും വലിയ പോഷകം അല്ലേ? ഗംഗയുടെ ഏറ്റവും വലിയ പോഷകം എന്ന് ചോദിച്ചാൽ ഏതാ? യമുനയാണ്. അത് എവിടെ വെച്ചിട്ടാണ് കൂടിച്ചേരുന്നത്? അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു, അല്ലെങ്കിൽ പ്രയാഗ്രാജിൽ വെച്ച് കൂടിച്ചേരുന്നു. ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ എവിടെയാ? അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജ് ആണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഇത് യമുന എന്ന് പറയുന്നത്. ഇനി കോസി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു, ശരിയാണ്. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ബാക്കി 2, 3, 4 എന്നിവ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 8ാമത്തെ ചോദ്യം, ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഗൾഫ് സ്ട്രീം എന്നത് ഏതിന്റെ ഭാഗമാണ്? ഓപ്ഷൻ ബി ആണ്, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ്. 9ാമത്തെ ചോദ്യം, ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ സമുദ്ര മേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ, അറ്റ്ലാന്റിക് സമുദ്രവും കരീബിയൻ സമുദ്രവും ഹാരിക്കെയിന്, ചൈന കടൽ പസഫിക് കടൽ ടൈഫൂണ്, പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം ടൊർണാഡോ. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നാമത്തത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേതാ? സൈക്ലോൺ, ശരിയാണ്. അറ്റ്ലാന്റിക് സമുദ്രം കരീബിയൻ സമുദ്രം ഏതാ? ഹാരിക്കെയിന്. ചൈന കടൽ പസഫിക് സമുദ്രം ഏതാ? ടൈഫൂണ്. അതുപോലെ പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം ടൊർണാഡോ, തെറ്റാണ്. ടൊർണാഡോ എവിടെയാ? ടൊർണാഡോ അമേരിക്കയിലാണ് അമേരിക്കയിലാണ്. പിന്നെ ഓസ്ട്രേലിയയിൽ ഏതാ? വില്ലി വില്ലീസ് കേട്ടോ. ഓസ്ട്രേലിയയിൽ വില്ലി വില്ലീസ് ആണ്. ടൊർണാഡോ എവിടെയാന്ന് ചോദിച്ചാൽ അമേരിക്കയിലാണ്. 10ാമത്തെ ചോദ്യം, റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏതാണ്? റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്, നമ്മുടെ കേരളമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് പാമ്പാടും ചോല നാഷണൽ പാർക്ക്. 12ാമത്തെ ചോദ്യം, ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഏതാ? ഓപ്ഷൻ ബി ആണ്, കുത്തനെയുള്ള ചെരിവിനെയാണ്. 13ാമത്തെ ചോദ്യം, നികുതി, പൊതുചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റ് നയം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ്, ധനനയമാണ്. 14ാമത്തെ ചോദ്യം, ഇറക്കുമതി ചുങ്കം നിരക്ക് കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഇറക്കുമതി ചുങ്കത്തിന്റെ നിരക്ക് കുറച്ചുകൊണ്ടുവരിക എന്നത് ഏത് പരിഷ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്, വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങളാണ്. 15ാമത്തെ ചോദ്യം, ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാ? ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാ? ഓപ്ഷൻ ഡി ആണ്, ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. അതേത് ബാങ്കാ? നബാർഡാണ്. 16ാമത്തെ ചോദ്യം, നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം
മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി ആണ്, ഒഡീഷയാണ്. 17ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് ശരി അല്ലാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ശരി അല്ലാത്ത പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951-56 ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാ? 1951-56 ശരിയാണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത് തന്നെയാ? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1968-70 കാലയളവിലാണ്. ആണോ? ഇത് തെറ്റാണ്. 1978-80 1978-80 കാലയളവിലാണ് ഏത് നടപ്പിലാക്കുന്നത്? ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് ഏതാ? 2007-2012 ആണ്. അപ്പോൾ എ, ബി, ഡി ആണ് ശരിയായിട്ടുള്ളത്. സി ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. 18ാമത്തെ ചോദ്യം, 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധാന്യ കൃഷി യോജന എന്ന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത്? 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത്? എത്രയാ? ഓപ്ഷൻ എ ആണ്, 100 ജില്ലകളാണ് ഉൾപ്പെടുന്നത്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു. സ്ഥിരം അധ്യക്ഷനായിട്ട് ആര് വന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദും വന്നു. 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. നിയമനിർമ്മാണ പ്രക്രിയ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ സമ്പ്രദായം, നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ നിയമനിർമ്മാണ പ്രക്രിയ ഇന്ത്യ എവിടുന്നാണ് കടമെടുത്തത്? ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ? നിയമനിർമ്മാണ പ്രക്രിയ എവിടുന്ന? ബ്രിട്ടനിൽ നിന്നാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എവിടുന്ന? അമേരിക്ക. അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡ. നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ്. നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടൻ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക, അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡ, നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ്. 21ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ഇന്ത്യ മൗലിക അവകാശങ്ങൾ എന്ന ആശയം എവിടുന്നാണ് കടമെടുത്തത്? അമേരിക്കയിൽ നിന്ന് അല്ലെ? ഫ്രാൻസ് അല്ല, അമേരിക്കയിൽ നിന്നാണ്. തെറ്റാണ്. 2ാമത്തെ പ്രസ്താവന, 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ശരിയാണ്. നിലവിൽ ഇന്ത്യൻ ഭരണഘടന 7 മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ആണോ? തെറ്റാണ്. 6 മൗലിക അവകാശങ്ങളാണ് നൽകുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമുക്ക് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ എത്രയേ ഉള്ളൂ? 6 മൗലിക അവകാശങ്ങളേ ഉള്ളൂ. 1978 44ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ എന്ത് ചെയ്തു? നിയമ അവകാശമാക്കിയിട്ട് ആർട്ടിക്കിൾ 300A മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇത് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ബി 2 മാത്രമേ ഉള്ളൂ. 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 42ാം ഭേദഗതി, 86ാം ഭേദഗതി, 73ാമത്തെ ഭേദഗതി, 52ാമത്തെ ഭേദഗതി. ഇപ്പുറത്ത് ഏതൊക്കെയുള്ളത്? നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം, പഞ്ചായത്ത് രാജ് ഭേദഗതി, കൂറുമാറ്റ നിരോധന നിയമം, ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. ഒന്നാമത്തെ എന്താ? നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം. അത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു അല്ലേ? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണെന്ന് പറയുന്നതും, അതുപോലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയതും ഒക്കെ ഭേദഗതി ഏതാ? 86ാമത്തെ ഭേദഗതി അല്ലെ? 86ാമത്തെ ഭേദഗതിയാണ്
പഞ്ചായത്തി രാജ് നിയമ ഭേദഗതി ചോദിച്ചാൽ ഏതാ? പഞ്ചായത്തി രാജ് നിയമ ഭേദഗതി ചോദിച്ചാൽ 73ാമത്തെ ഭേദഗതി. 73ാം ഭേദഗതിയാണ് കൂറുമാറ്റ നിരോധന നിയമം. കൂറുമാറ്റ നിരോധന നിയമം ചോദിച്ചാൽ ഏതാ? 52ാമത്തെ ഭേദഗതി കേട്ടോ. കൂറുമാറ്റ നിരോധന നിയമം ചോദിച്ചാൽ ഏതാ? 52ാമത്തെ ഭേദഗതിയാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഭേദഗതി ചോദിച്ചാൽ ഏതാ? 42ാമത്തെ ഭേദഗതിയാണ്. അപ്പോൾ നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസം മൗലികാവകാശമായ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ ഏതാ? 86ാം ഭേദഗതിയാണ്. പഞ്ചായത്തി രാജ്, നഗരപാലിക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 73ഉം 74ആണ്. പഞ്ചായത്തി രാജ് ആണെങ്കിൽ 73, നഗരപാലിക 74. കൂറുമാറ്റ നിരോധന നിയമം 52ാമത്തെ ഭേദഗതി. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്ത ഭേദഗതി ചോദിച്ചാൽ ഏതാ? 42ാമത്തെ ഭേദഗതിയാണ്. 23ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന ഭാഗത്ത് ഉൾപ്പെടാത്തത് ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, രാജ്യത്തിന് മുഴുവൻ ബാധകമായിട്ടുള്ള ഏകീകൃത സിവിൽ കോഡ്, നിയമസംഹിത, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, അയിത്താചരണ നിർമ്മാർജ്ജനം. ഇതിലേതാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ഭാഗത്ത് വരാത്തത്? ഒന്ന്, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, ആർട്ടിക്കിൾ 39D. അതെന്താണ്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. രാജ്യത്തെ മുഴുവൻ ബാധകമായിട്ടുള്ള ഏകീകൃത സിവിൽ കോഡ്, ആർട്ടിക്കിൾ 44 നിർദ്ദേശക തത്വങ്ങളാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ഏതാ? ആർട്ടിക്കിൾ 40 നിർദ്ദേശക തത്വങ്ങളാണ്. അയിത്താചരണ നിർമ്മാർജ്ജനം ഏതാ? ആർട്ടിക്കിൾ 17 അല്ലെ? ആർട്ടിക്കിൾ 17 ആണ്. ഗാന്ധിജി, മഹാത്മാഗാന്ധി കീ ജയ് എന്ന് പറഞ്ഞ് പാസ്സാക്കിയ ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 17. അതെവിടെയാണ് വരുന്നത്? മൗലിക അവകാശങ്ങളുടെ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഏതാ? അയിത്ത നിർമ്മാർജ്ജനം എന്നുള്ളതാണ്. 24ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. ആണോ? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ ആരാ? പ്രസിഡന്റ് തന്നെയാണ്. ഗവൺമെന്റിന്റെ തലവൻ ആരാ? പ്രധാനമന്ത്രിയാണ്. അതെന്താണ്? ശരിയാണ്. 2, ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ് അല്ലെങ്കിൽ പ്രസിഡന്റ് സൈൻ ചെയ്യുന്നതോടുകൂടിയാണ്. ആണോ? അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 3ാമത്തെ പ്രസ്താവന, ഭരണഘടനയുടെ 91ാമത്തെ ഭേദഗതി അനുസരിച്ച് കേന്ദ്ര മന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ ലോക്സഭയിലെ മൊത്തം അംഗസംഖ്യയുടെ 20% കൂടാൻ പാടില്ല. ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പാർട്ട് 2-ലിട്ട വീഡിയോയിലെങ്ങാനും ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 91ാമത്തെ ഭേദഗതി പ്രകാരം ലോക്സഭയുടെ ആകെ അംഗസംഖ്യയുടെ എത്ര ശതമാനം മാത്രമേ മന്ത്രിസഭയിൽ ഉണ്ടാകാൻ പാടുള്ളൂ? ഓർത്തു നോക്കുക, 20 അല്ല 15%. കേട്ടോ, ഇവിടെ 20 തന്നിരിക്കുന്നത് തെറ്റാണ്, 15%. അപ്പോൾ 1ഉം 2ഉം മാത്രമേ ഇതിൽ ശരിയുള്ളൂ. 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഓർത്തു നോക്കുക, 20% അല്ല 15%. 25ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ് ഏതിനെ കുറിച്ച് പറയുന്നത്? ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ലേ? ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി ആർട്ടിക്കിളാണ് ചോദിക്കുന്നതെങ്കിൽ ഏതാ? അനുച്ഛേദം 26 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 246. ആർട്ടിക്കിൾ 246ലാണ് എന്ത് ചെയ്യുന്നത്? ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 3 തരം ലിസ്റ്റുകളുണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. തന്നിരിക്കുന്നതിൽ ഇൻഷുറൻസ് ഉണ്ട്, വനമുണ്ട്, പോലീസ് ഉണ്ട്, കൃഷിയുണ്ട് അല്ലേ? ഇതിലേതാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്താൻ വേണ്ടി? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാ? ഓപ്ഷൻ ബി ആണ്, വനമാണ്. ഏതാ? വനമാണ്. ഇൻഷുറൻസ് ആണെങ്കിൽ ഏതാ? ഇൻഷുറൻസ് ആണെങ്കിൽ ഏതാ? യൂണിയൻ ലിസ്റ്റ് ആട്ടോ. ഏതാ? യൂണിയൻ ലിസ്റ്റ് ആണ്. പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, തപാല്, ടെലിഫോണ്, പോസ്റ്റ് ഓഫീസ്, ലോട്ടറി, സെൻസസ്, അതുപോലെ കോർപ്പറേറ്റ് നികുതി, വരുമാന നികുതി, പൗരത്വം, ബാങ്കിങ്, യുദ്ധവും സമാധാനവും, ഇൻഷുറൻസ്, ഇതൊക്കെ എവിടെയാ? അതൊക്കെ നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളാണ്. ഇനി പോലീസ്, കൃഷി, അതേപോലെ ജയില്, തദ്ദേശ സ്വയംഭരണം, പന്തയം, കെട്ടിട നികുതി, ഫിഷറി സ്റ്റോള്, ഗ്യാസ് വർക്കുകൾ, ഇതൊക്കെ ഏതാ? അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. അതൊക്കെ ഏതാ? സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്.
ഇനി കൺകറൻ്റ് ആണെങ്കിൽ വിദ്യാഭ്യാസം, ഇലക്ട്രിസിറ്റി, വനം, വില നിയന്ത്രണം, ഫാക്ടറികൾ, ബോയിലറുകൾ, ട്രസ്റ്റുകളൊക്കെ ഇല്ലേ, ട്രേഡ് യൂണിയൻ, അതൊക്കെ എന്താണ് കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതുമാണ്. 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. 1. സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്തു. ഏത് നിയമം? 73ാമത്തെ ഭരണഘടനാ ഭേദഗതി. ശരിയാണ്. പിന്നെ നമുക്കറിയാം, നമുക്ക് ഗ്രാമപഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട് അല്ലേ? അപ്പോൾ അതെന്താണ്? ശരിയാണ്. ഇനി സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്നതിനായിട്ട് ഓരോ 10 വർഷം കൂടുന്തോറും സംസ്ഥാന ഗവൺമെൻറ് ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. തെറ്റാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ധനകാര്യ കമ്മീഷൻ എത്ര വർഷം കൂടുമ്പോഴാണ് വരുന്നത്? 10 വർഷം കൂടുമ്പോഴല്ല, 5 വർഷം കൂടുമ്പോഴാണ് വരുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? തദ്ദേശ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ പ്രാദേശിക സ്ഥാപനങ്ങളുടെ, പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ, പഞ്ചായത്തിൻ്റെ, നഗരസഭയുടെ, ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ ധനസ്ഥിതി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ 5 വർഷം കൂടുന്തോറും സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്? ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 10 വർഷമാണ്. തെറ്റാണ്. 5 വർഷമാണ്. 3. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണ്? ശരിയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം വൺ നാഷൻ വൺ ഇലക്ഷൻ എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഇന്ത്യയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്താനായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാ? മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ രാംനാഥ് കോവിന്ദ് ആണ്. ഓപ്ഷൻ സി ആണ്. ഇനി 28ാമത്തെ ചോദ്യം, കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരെന്താ? എന്താ? ഓപ്ഷൻ ഡി ആണ്, വിദ്യാസമുന്നതി. ഓപ്ഷൻ ഡി ആണ്, വിദ്യാസമുന്നതി. 29ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ ആരായിരിക്കും? മുഖ്യമന്ത്രിയാണ്. 30ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്. 1. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടനയുടെ 73ാം ഭേദഗതി പഞ്ചായത്തുകളിലെയും 74ാം ഭേദഗതി മുനിസിപ്പാലിറ്റികളെയും പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ച് സംബന്ധിക്കുന്നതാണ്. തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞു, ഇതന്നെയല്ലേ പറഞ്ഞത് അല്ലേ? 73ാം ഭേദഗതി ആണെങ്കിൽ പഞ്ചായത്ത് രാജും, 74 ആണെങ്കിൽ ഏതാ? നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി. ശരിയാണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിന്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. ഓരോ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിന്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. ശരിയാണ്. കേരള സംസ്ഥാനത്തിൽ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. കേരളത്തില് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ സ്ത്രീകളുടെ എത്രയാണ് സംവരണം ചോദിച്ചാൽ എത്രയാ? 50%. അപ്പോൾ 3 പ്രസ്താവന എന്താണ്? ശരിയാണ്. 31ാമത്തെ ചോദ്യം, മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ വേണ്ടിയിട്ട് കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്താ? മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ വേണ്ടിയിട്ട് കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര് എന്താ? ഓപ്ഷൻ ബി ആണ്, യോദ്ധാവ്. 32ാമത്തെ ചോദ്യം, വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്താ? വൈറ്റമിൻ എ ഡെഫിഷ്യൻസി രോഗം ഏതാ? ഓപ്ഷൻ എ ആണ്, സീറോഫ്താൽമിയ. 33ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ
എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ് ഏതാ? ഓപ്ഷൻ ഡി ആണ് റെഡ് റിബൺ ക്ലബ്ബ്. 34ാമത്തെ ചോദ്യം, മനുഷ്യനിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകൾ ചുവടെ തന്നിരിക്കുന്നു, അവയിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. അസ്ഥികളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഒന്ന്, പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. അതായത് ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ അസ്ഥിയിൽ എത്ര അസ്ഥികളുണ്ട്? 206 അസ്ഥികളുണ്ട്. ശരിയാണ്. മനുഷ്യരിൽ 12 ജോഡി വാരിയെല്ലുകളുണ്ട്. 12 ജോഡി വാരിയെല്ലുകളുണ്ട്. ആണോ? അതും ശരിയാണ്. മനുഷ്യരിൽ തലയോട്ടിയിൽ മാത്രം 32 അസ്ഥികളുണ്ട്. ആണോ? അതെന്താണ്? തെറ്റാണ്. നമ്മൾ തലയിലെ അസ്ഥികൾ അല്ലെങ്കിൽ തലയുമായി ബന്ധപ്പെട്ട അസ്ഥികൾ എത്രയാണെന്ന് ചോദിച്ചാൽ നോർമലി പറയാറ് 29 അസ്ഥികളാണ്. അല്ലെങ്കിൽ തലയോട്ടിയിലാണ് പറയുന്നതെങ്കിൽ എത്രയാ? അത് 22 അസ്ഥി. അതായത് മുഖത്തുള്ള 14 അസ്ഥിയും കപാലം, നമ്മുടെ തലച്ചോറിനെ സംരക്ഷിക്കുന്ന കപാലത്തിലുള്ള 8 അസ്ഥിയും ചേർത്തിൽ 14 8 22. അതാണ് നമ്മൾ തലയോട്ടിയിലെ അസ്ഥി പറയാറ്. ഇനി തലയുമായി ബന്ധപ്പെട്ടതാണ് പറയുന്നതെങ്കിൽ എത്രയാ പറയാറ്? 29 പറയാറ്. അതെങ്ങനെയാണ് വരുന്നത്? മുഖത്ത് 14, നമ്മുടെ കപാലം എത്രയാ? 8. അപ്പോൾ 14 8 22, 2 ചെവിയും കൂടിയിട്ട് 6, എത്രയായി? 28. നമ്മുടെ തൊണ്ടയുടെ അടുത്തുള്ള ഹയോയിഡ് എന്ന് പറയുന്ന ഒരു അസ്ഥി ഉണ്ട്, അതുകൂടി കൂട്ടിയിട്ട് 29. അങ്ങനെയാണ് തലയുമായി ബന്ധപ്പെട്ട അസ്ഥികളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 29 പറയണം. തലയോട്ടിയാണ് പറയുന്നതെങ്കിൽ ചെവിയിലെയും ഹയോയിഡും കുറച്ചിട്ട് നമ്മൾ എത്ര പറയണം? 22 അസ്ഥികളുമാണ് നോർമലി പറയാറ്. അപ്പോൾ ഇവിടെ എന്താണ്? തലയോട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്, 32 എന്നുള്ളത്. അപ്പോൾ 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി 35ാമത്തെ ചോദ്യം, അമൃത ദേവി ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? അമൃത ദേവി ബിഷ്ണോയ് അവാർഡ് ഏതുമായി ബന്ധപ്പെട്ടതാ? വന സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോ നെലോഡി എന്ന മനുഷ്യപൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? ഹോമോ നെലോഡി എന്ന മനുഷ്യപൂർവികന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഏതു ഗുഹയിൽ നിന്നാ? ഓപ്ഷൻ ബി ആണ് റൈസിംഗ് സ്റ്റാർ കേവ് കേട്ടോ. ഓപ്ഷൻ ബി റൈസിംഗ് സ്റ്റാർ കേവ് എവിടെയാ? സൗത്ത് ആഫ്രിക്കയാണ്. 37ാമത്തെ ചോദ്യം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാ? സുനിത വില്യംസിനെ കേട്ടോ. ഓപ്ഷൻ ഡി സുനിത വില്യംസ്, വുമൺ വിത്ത് വൈൽഡ് ഹെയർ. 38ാമത്തെ ചോദ്യം, ദൃശ്യപ്രകാശത്തിന്റെ ആവൃത്തി F1ഉം മൈക്രോവേവിന്റെ ആവൃത്തി F2ഉം എക്സിന്റെ കിരണങ്ങളുടെ ആവൃത്തി F3യുമാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായത് തെരഞ്ഞെടുക്കുക. അപ്പോൾ തന്നിരിക്കുന്നതിൽ ദൃശ്യപ്രകാശമുണ്ട്, മൈക്രോവേവ് ഉണ്ട്, പിന്നെ ഏതായുള്ള എക്സ് കിരണങ്ങളുണ്ട് അല്ലേ. ഇതിൽ ഏറ്റവും കൂടുതൽ ആവൃത്തി ഏതിനാ? ദൃശ്യപ്രകാശത്തിനാണോ അല്ലെങ്കിൽ മൈക്രോവേവിനാണോ എക്സ് കിരണങ്ങൾക്കാണോ? ഏതിനാ? ഏറ്റവും കൂടുതൽ ആവൃത്തി എന്ന് പറയുന്നത് ഗാമ കിരണങ്ങൾക്കാണ്. അത് കഴിഞ്ഞാൽ എക്സ് കിരണം, പിന്നെ അൾട്രാ വയലറ്റ്, പിന്നെ വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, റേഡിയോ, അങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഏതാ? പിന്നെ എക്സ് കിരണങ്ങളാണ് അല്ലേ. എക്സിനെ സൂചിപ്പിക്കുന്നത് ഏതാന്ന് പറഞ്ഞിരിക്കുന്നത് F3 ആണ്. F3 വരുന്ന ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ മാത്രം. അപ്പോൾ പഠിച്ചു വെക്കുക. ഏറ്റവും കൂടുതൽ പിന്നെ ആവൃത്തി കൂടുതൽ ഏതിനാ? ഗാമ കിരണങ്ങൾക്കാണ്. രണ്ടാമത് എക്സ് കിരണം, 3 അൾട്രാ വയലറ്റ്, 4 വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ദൃശ്യപ്രകാശം, പിന്നെ IR ഇൻഫ്രാറെഡ്, പിന്നെ റേഡിയോ വേവ്സ്. 39ാമത്തെ ചോദ്യം, ഒരു പ്രൊജക്ടൈലിന്റെ പറക്കൽ സമയം 2 സെക്കൻഡ് ആണ്, അതിന്റെ പരമാവധി ഉയരം കണക്കാക്കുക. ഒരു പ്രൊജക്ടൈലിന്റെ പറക്കൽ സമയം 2 സെക്കൻഡ് ആണ്, അതിന്റെ പരമാവധി ഉയരം കണക്കാക്കുക. നമുക്കിവിടെ ജിയുടെ മൂല്യം എത്രയാന്ന് തന്നിട്ടുണ്ട്? 10 m/s² ആന്ന് തന്നിട്ടുണ്ട് അല്ലേ. നമ്മളിത് സോൾവ് ചെയ്ത് വരുമ്പോൾ പിന്നെ 10² 2 × 10 = 100/20 എത്ര വരും? 5 മീറ്റർ വരും. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ വരിക. 40ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായവ കണ്ടെത്തുക. ജിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. 1, ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. 2, ഭൗമോപരിതലത്തിൽ നിന്നും ആഴത്തിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കൂടി വരുന്നു. ധ്രുവപ്രദേശങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യമുള്ളത്. അപ്പോൾ ഈ 3 പ്രസ്താവനകൾ ഇതിലേതൊക്കെയാണ് ശരിയെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലേ.
ഇതിലേതൊക്കെയാ ശരിയായിട്ടുള്ളത്? ഭൗമ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം എന്താ ചെയ്യുക? കുറഞ്ഞു വരുന്നു. ശരിയാണ്. മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ശരിയാണ്. പിന്നെ ഉപരിതലത്തിൽ നിന്ന് ആഴത്തിലേക്ക് പോകുന്നതോറും ജിയുടെ മൂല്യം കൂടി വരുന്നു. തെറ്റാണ്. ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നത് എവിടെയാ? ധ്രുവപ്രദേശങ്ങളിലാണ്. ശരിയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 41ാമത്തെ ചോദ്യം, ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായിട്ട് പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? ബഹിരാകാശത്ത് വെച്ചിട്ട് 2 ഉപഗ്രഹങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പരിപാടിയുടെ പേരാണെന്ത്? സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഏത്? നമ്മുടെ ഇന്ത്യ. അത് ഏതൊക്കെ യോജിപ്പിച്ചപ്പോഴാണ് 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറിയത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. SDS നോട്ട് 1ഉം SDS നോട്ട് 2ഉമാണ്. 42ാമത്തെ ചോദ്യം, ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ട്രാൻസ് യുറാനിക് മൂലകം ഏതാണെന്ന് കണ്ടെത്തുക. ട്രാൻസ് യുറാനിയം മൂലകത്തെ കണ്ടെത്തുക. ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടുപിടിക്കുക. ഏതാ? ഓപ്ഷൻ സി ആണ്, ഫെർമിയം ആട്ടോ. ഓപ്ഷൻ സി ഫെർമിയം ആണ്. 43ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് അമോണിയ എന്ന സംയുക്തത്തെക്കുറിച്ച് ശരിയായത് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ നിന്ന് അമോണിയയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്, 1, അമോണിയ തന്മാത്രക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. അമോണിയ തന്മാത്രക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. ശരിയാണ്. 2, രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ്. രൂക്ഷഗന്ധമുണ്ട് പക്ഷെ എന്തില്ല? നിറമില്ല. ശരിയാണ്. അമോണിയ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയ സമ്പർക്ക പ്രക്രിയയാണ്. ആണോ? അമോണിയ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത് സമ്പർക്ക പ്രക്രിയ അല്ല, ഹേബർ പ്രക്രിയ. ഇവിടെ തന്നിരിക്കുന്നത് സമ്പർക്കം എന്നാണ്. തെറ്റാണ്. ഹേബർ പ്രക്രിയയാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ഇതിൽ തന്നിട്ടുള്ള ശരിയായ പ്രസ്താവന. 44ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്ന ഗ്രാഫ് ഏതുമായിട്ട് ബന്ധപ്പെട്ടത്? ഓപ്ഷൻ സി ആണ്, ഗോലൂസാക്ക് നിയമമാണ് അല്ലെ. ഓപ്ഷൻ സി ഗോലൂസാക്ക് നിയമമാണ്. 45ാമത്തെ ചോദ്യം, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചാന്ദ്രയാൻ 3 കണ്ടെത്തിയത്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചാന്ദ്രയാൻ 3 കണ്ടെത്തിയത്? ഏതാ? ഓപ്ഷൻ എ ആണ്, സൾഫർ അല്ലെ. ഓപ്ഷൻ എ സൾഫർ ആണ്. 46, തൃശൂർ പൂരം ആരംഭിച്ച രാജാവാരാ? തൃശൂർ പൂരം ആരംഭിച്ച രാജാവാര? ശക്തൻ തമ്പുരാന്. 47ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തതാരാ? നേടാത്തത് 2024 ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തതാരാ? തന്നിരിക്കുന്നതിൽ സുഖ്ജിത്ത് സിംഗ് നേടിയിട്ടില്ല. മനു ബാക്കർ, ഡി ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ് ഇവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഖേൽരത്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 48, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കുര്യാക്കോസ് ഏലിയാസ് ചവറയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്, 1, പ്രായം ചെന്നവർക്ക് വേണ്ടിയിട്ട് മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. പ്രായം ചെന്നവർക്ക് വേണ്ടിയിട്ട് മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2, സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. ആര്? മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറ. ശരിയാണോ? സംസ്കൃത വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചു. ആണോ? വേദാധികാര നിരൂപണം ആരാ? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. ഇനി 49ാമത്തെ ചോദ്യം, ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? തന്നിരിക്കുന്നതിൽ ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ ഏതാണ്? തന്നിരിക്കുന്നതിൽ ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ ഏതൊക്കെയാ? 1, കീചകവധവും ഉത്തരാ സ്വയംവരവും ആട്ടോ. ഉത്തരാ സ്വയംവരം അതുപോലെ കീചകവധവുമാണ്. 50ാമത്തെ ചോദ്യം, നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബെർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? നോർവേയുടെ ഉന്നത ബഹുമതിയായിട്ടുള്ള ഹോൾബെർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാ? ഗായത്രി സ്പിവാക്. ഓപ്ഷൻ എ ആണ്, ഗായത്രി സ്പിവാക്. അപ്പോൾ നമ്മൾ ഇതിൽ 50 GK ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. കാരണം ഇതിൽ ഒരു 20 സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് തന്നെ 50 GK ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷും മലയാളവും കൂടി നോക്കാം. മാത്സ് നമ്മൾ നോക്കാറില്ല. 61ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദി സെഗ്മെന്റ് ഓഫ് ദി സെന്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ദ ഗ്രാമാറ്റിക്കൽ എറർ. തന്നിരിക്കുന്നതിൽ ഗ്രാമാറ്റിക്കൽ എറർ ഉള്ള ഭാഗം ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്,
ഏതാ? ഓപ്ഷൻ സി ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണേ. ഇനി 62ാമത്തെ ചോദ്യം, സെലക്ട് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റണിം ദ വേർഡ് ഇൻഡെഫാറ്റിഗബിൾ അല്ലേ. ഇൻഡെഫാറ്റിഗബിൾ എന്ന് പറഞ്ഞാൽ എന്താ? തളരാത്തത് എന്നൊക്കെയുള്ള അർത്ഥം വരുന്നില്ല അല്ലേ. ഏതാ? ഓപ്ഷൻ എ ആണ് ഇൻടോളന്റ്. ഓപ്ഷൻ എ ഇൻടോളന്റ്. 63ാമത്തെ ചോദ്യം, റീ അറേഞ്ച് ദി പാർട്ട് ഓഫ് ദി സെന്റൻസ് കറക്റ്റ് ഓർഡർ ഡ്യൂ ടു ഡാഷ്. ഇത് നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആൻസർ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഓർഡർ എന്ന് പറയുന്നത്. 64ാമത്തെ ചോദ്യം, സെലക്ട് ദി കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദി ഗിവൺ സെന്റൻസ്. ജോൺ സെഡ് ടു ടീന വേർ വേർ യു ഗോയിങ് അല്ലേ. വേർ വേർ യു ഗോയിങ്. വേർ വേർ യു ഗോയിങ്. ഏതാ? ഓപ്ഷൻ ബി ആണ്. ജോൺ ആസ്ക്ഡ് ടീന വേർ ഷി ഹാഡ് ബീൻ ഗോയിങ് കേട്ടോ. വേർ ഷി ഹാഡ് ബീൻ ഗോയിങ്. ഓപ്ഷൻ ബി. 65ാമത്തെ ചോദ്യം, ചൂസ് ദി കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദി ഓപ്ഷൻ ബിലോ. ഏതാ കറക്റ്റ് സ്പെല്ലിംഗ്? അക്വൈൻറ്റൻസ്. അക്വൈൻറ്റൻസ്. ഓപ്ഷൻ സി ആണ് ആൻസർ. പരിചയം എന്നാട്ടോ. വെറ്ററൻ. 66ാമത്തെ ചോദ്യം, ഈഫ് ക്ലോസ് ആണ്. നമ്മൾ നോക്കിയ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ഈഫ് ക്ലോസിൻ്റെ കേട്ടോ വരുന്നത്. ഇത് സുഖമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈഫ് ക്ലോസ് എന്ന് പറഞ്ഞത്. ഒരു 3 എക്സാമ്പിൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ സുഖമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈഫ് ഷീ ഹാഡ് ടേക്കൺ ദ മെഡിസിൻ ഷീ ഡാഷ് ബെറ്റർ. ഇത് ഏത് ഫോമാ? തേർഡ് ഫോം അല്ലേ വരുന്നത് അല്ലേ. ഈഫ് ഷീ ഹാഡ് ടേക്കൺ അല്ലേ. ഈഫ് ഷീ ഹാഡ് ടേക്കൺ ഇത് തേർഡ് ഫോം വരും. അപ്പോൾ ഏത് ആൻസർ വരിക? വുഡ് ഹാവ് വരണം അല്ലേ. വുഡ് ഹാവ് ഫെൽറ്റ്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 67ാമത്തെ ചോദ്യം, എവറി സ്കൂൾ ആൻഡ് കോളേജ് ഡാഷ് എ ലൈബ്രറി. ദ സ്റ്റുഡൻസ് അലോങ് വിത്ത് their friends dash the library. അലോങ് വിത്ത് ഒക്കെ വന്നിട്ടുണ്ട്. ഏതാ വരിക? ഓപ്ഷൻ സി ആണ്, ഹാസ് വിസിറ്റ് കേട്ടോ. ഓപ്ഷൻ സി ഹാസ് വിസിറ്റ്. 68ാമത്തെ ചോദ്യം, ഹിസ് വൈഫ് കാൻറ്റ് ഡാഷ് ഹിസ് ടെറിബിൾ ബിഹേവിയർ എനിമോർ. ഓപ്ഷൻ ഡി ആണ്, പുട്ടപ്പ് വിത്ത് അല്ലേ. ടോളറേറ്റ് എന്നാണ്. 69, ഫൈൻഡ് ഔട്ട് ദി കോമ്പൗണ്ട് വേർഡ്. തന്നിരിക്കുന്നതിൽ നിന്ന് കോമ്പൗണ്ട് വേർഡ് ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. കോമ്പൗണ്ട് വേർഡ് 2 മീനിങ് കിട്ടണം അല്ലേ ഒരു വേർഡിൽ നിന്ന് തന്നെ. വേൾ വിൻഡ്, ബ്ലാക്ക് ബോർഡ്, ബ്ലാക്ക് സ്മിത്ത് അല്ലേ. വേൾ എന്ന് പറഞ്ഞാൽ എന്താ? ചുഴലിക്കാറ്റ് എന്ന് വരും അല്ലേ. വിൻഡ്, കാറ്റ്. അപ്പോൾ 2 മീനിങ് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് വേറെ, ബോർഡ് വേറെ പറയാം. ബ്ലാക്ക് വേറെ പറയാം, സ്മിത്ത് വേറെ പറയാം. അപ്പം ഇതൊക്കെ എന്താണ്? കോമ്പൗണ്ട് വേർഡുകളാണ്. 70ാമത്തെ ചോദ്യം, ഹാവ് ദി വിപ്പ് ഹാൻഡ് മീൻസ്. വിപ്പ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചാട്ടവാൾ എന്നല്ലേ അല്ലേ വിപ്പ് ഹാൻഡ്. ഏതാ ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ്, ടു ബി ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ. ഇനി മലയാളമാണ്. ഒറ്റപ്പദം, സുമിത്രയുടെ പുത്രൻ. ഇതിൻ്റെ ഒറ്റപ്പദം എന്താ? സുമിത്രയുടെ പുത്രൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സൗമിത്രി. പര്യായപദം കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും മാവിൻ്റെ പര്യായപദം, മാവിൻ്റെ പര്യായപദം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓപ്ഷൻ സി ആണ്, ചൂതം. തന്നിരിക്കുന്നവയിൽ നിന്ന് സ്ത്രീലിംഗ പ്രത്യായം ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നവയിൽ നിന്ന് സ്ത്രീലിംഗ പ്രത്യായം ഏതാ? ഓപ്ഷൻ എ ആണ്, തീയാണ്. വിപരീത പദം കണ്ടെത്തുക. ഗൗരവം എന്നതിൻ്റെ വിപരീത പദം. ഗൗരവം, ലാഘവം അല്ലേ. ഗൗരവത്തോട് ചെയ്യുന്നതും ലാഘവത്തോട് ചെയ്യുന്നതും. 75ാമത്തെ ചോദ്യം, ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഭാഗ്യം ധീരനെ തുണക്കുന്നു. ഭാഗ്യം ധീരനെ തുണക്കുന്നു. 76ാമത്തെ ചോദ്യം, കേട്ടു എന്ന പദം ശരിയായിട്ട് പിരിച്ചെഴുതാൻ വേണ്ടിയിട്ട്. കേട്ടു എന്ന പദം പിരിച്ചെഴുതിയാൽ കേൾ അധികം തു എന്നുള്ളതാണ്. 77ാമത്തെ ചോദ്യം, കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന ശൈലി എന്തിനാ സൂചിപ്പിക്കുന്നത്? എന്തിനാ? ഓപ്ഷൻ സി ആണ്, സത്യവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക. 78ാമത്തെ ചോദ്യം, ആർ ഏത് ബഹുവചന പ്രത്യയം? ആർ എന്നത് ഏത് ബഹുവചന പ്രത്യയമാണ്? ഏതാ? ഓപ്ഷൻ ഡി ആണ്, പൂജക ബഹുവചനമാണ്. ഏതാ? പൂജക ബഹുവചനമാണ്. 79 ക്യാൻസലായ ക്വസ്റ്റ്യൻ ആണ്. ദുഷ്യന്തന്റെ വെള്ളക്കുതിര
ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതമേതാ? ദുഷ്യന്തന്റെ വെള്ളക്കുതിര എന്ന് ഇതിലെ ആഖ്യാതമേതാ? ഏതാ? ഓപ്ഷൻ എ ആണ്, ഓടി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്.